ഉറക്കത്തിന്റെ മര്യാദകളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഉറക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ പരാതി പറഞ്ഞു. ജോലി തിരക്ക് തീരുന്നില്ല, വീട്ടിലെപ്പോഴും കഷ്ടപ്പാടാണ്. അതുകൊണ്ട് കൂടെ ജോലി ചെയ്യാൻ ഒരു സെർവന്റ് കൂടി ഉണ്ടായാൽ വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പരാതി പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞു കൊടുത്തത്, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാം, അത് ജീവിതത്തിൽ നിഷ്ഠയോടെ നിങ്ങൾ പുലർത്തിപ്പോന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും. ഫഹുവ ഖൈറുൽ ലക്കുമാ മിൻ ഖാദിമിൻ, ഞാൻ നിങ്ങൾക്ക് ഒരു സർവന്റിനെ നൽകുന്നതിനേക്കാൾ, വീട്ടിലൊരു ജോലിക്കാരനെ, ഒരു സേവകനെ നൽകുന്നതിനേക്കാൾ അത് ഉത്തമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുത്തത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച് നമുക്ക് കാണാം. അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാ, നിങ്ങൾ രണ്ടുപേരും ആവശ്യപ്പെട്ടതിനേക്കാൾ നല്ല ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്താ ആവശ്യപ്പെട്ടത്? വീട്ടിലൊരു ജോലിക്കാരനാണ്, ജോലി തിരക്ക് തീരുന്നില്ല, ജോലി എടുത്തിട്ട് തീരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സേവകനായിട്ടുള്ള ഒരാൾ വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം, അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാ, നിങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഇദാ അഖൽതുമാ മദാജിഅകുമാ ഔ ആവൈതുമാ ഇലാ ഫിറാശികുമാ, നിങ്ങൾ രണ്ടുപേരും കിടക്കാൻ വേണ്ടി നിങ്ങളുടെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണത്? ഫസബ്ബിഹാ സലാത്തൻ വസലാത്തീൻ, നിങ്ങൾ രണ്ടുപേരും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലണം. ജോലിക്കാരനെ സർവന്റിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ നിർദ്ദേശിച്ചു കൊടുത്തത് അതിന് പരിഹാരം ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസവും വീട്ടിലെ തിടുക്കവും സാമ്പത്തിക മാന്ദ്യവും ജോലി തിരക്കും എല്ലാം മാറിക്കിട്ടാൻ ഒരു നല്ല വഴി, നിങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങാൻ പോകുമ്പോ വിരിപ്പിലേക്ക് എത്തിയാൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 33 പ്രാവശ്യം രണ്ടുപേരും തസ്ബീഹ് ചൊല്ലണം. രണ്ടുപേരും 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലണം. നിങ്ങൾ പിന്നീട് 34 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. സാധാരണ നമ്മള് നിസ്കാരത്തിന് ശേഷം എല്ലാം 33 ചൊല്ലൽ. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, പിന്നെ തമാമുൽ മിഅ, 100നെ പൂർത്തിയാക്കുന്ന ദിക്ർ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുബഹി നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ കാലുള്ളത് അതേ പ്രകാരം വെച്ചിട്ട് ചെല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആ ചെല്ലുന്നിടത്ത് യുഹ്യീ വയുമീതു എന്ന ഹദീസിലില്ല. മനസ്സിലാണ്ടോ? സുബഹി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ 3 അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ
3 അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലണം. അതെല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചെല്ലണം. അതിന് ശേഷമാണ് പിന്നെ എന്തിനുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ എന്തില്ല? യുഹ്യീ വയുമീതു എന്നില്ല. അതേസമയം 33 സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബർ ചൊല്ലിയാൽ പിന്നെ നമ്മൾ ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവിടെ ഈ യുഹ്യീ വയുമീതു എന്നും കൂടി റിപ്പോർട്ടിലുണ്ട്. അവിടെ മാത്രം തമാമുൽ മിഅ 100നെ പൂർത്തിയാക്കാൻ വേണ്ടി ചെല്ലുന്ന ദിക്ർ അവിടെ യുഹ്യീ വയുമീതു എന്നും കൂടിയുണ്ട്. അതെ അതെ അതെ. ഓരോ ദിവസവും അങ്ങാടികളിലേക്ക് ചെല്ലുമ്പോൾ, ടൗണുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പൈശാചികമായ ബാധ നമ്മളെ ഏൽക്കാതിരിക്കാൻ വേണ്ടി ചൊല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലിയാൽ 99 ആയി. പിന്നെ 100നെ പൂർത്തിയാക്കാൻ വേണ്ടി ചെല്ലുന്നിടത്ത് യുഹ്യീ വയുമീതും കൂടി ഉണ്ട്. അതേസമയം സുബഹിക്ക് ശേഷം 10 വട്ടം ചെല്ലണം, മഗ്‌രിബിന് ശേഷം 10 വട്ടം ചെല്ലണം. അസറിന് ശേഷവും ചെല്ലൽ സുന്നത്തുണ്ട്, സാധാരണ ചെല്ലാറില്ല. അപ്പോ ഈ 2 സമയങ്ങളിൽ നമ്മൾ ചൊല്ലുമ്പോൾ അവിടെ യുഹ്യീ വയുമീതു എന്നില്ലാത്ത രൂപത്തിലാണ് ചൊല്ലേണ്ടത്. അപ്പൊ അങ്ങനെ ചൊല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മറ്റൊന്ന് ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പറഞ്ഞുകൊണ്ട് വരുന്നത് നബിതങ്ങൾ ഇത് ഉറങ്ങാൻ പോകുന്ന ആള് ഈ ദിക്ർ ചൊല്ലൽ സുന്നത്തില്ല. അതുകൊണ്ട് 100നെ പൂർത്തിയാക്കാൻ 33 തസ്ബീഹ്, 33 അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇതാണ് നമ്മളെ വിഷയം. ജോലി തിരക്ക് തീരുന്നില്ല, വിഷമം മാറുന്നില്ല, എന്നും ഒരു പ്രയാസം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു പുതിയ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു 6 മാസം ഒരു പട്ടിണിയും ഒരു വിഷമവും ഒരു പ്രയാസമൊക്കെ ആയി. പണ്ടുകാലം മുതലേ കാരണന്മാർ പറയുന്നത് ചില വീടുകളിൽ താമസിച്ചാൽ തന്നെ എന്തോ ഒരു 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 സൗകര്യം ഉണ്ടാവും, നമുക്ക് വല്ലാത്തൊരു വിശാലത. ഒരു സഹാബി വന്നിട്ട് നബിതങ്ങളോട് പരാതി പറഞ്ഞു, നബിയെ എത്ര കിട്ടിയിട്ടും മുഴുക്കുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല. ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പല ആളുകൾക്കും രോഗം വന്ന് ഞങ്ങൾ ചികിത്സിച്ച് എണ്ണം കുറഞ്ഞു പോയി, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, ആരോഗ്യം ക്ഷയിച്ചു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅഹാ വഹിയ ദമീമ. ആ വീട് നീ ഉപേക്ഷിക്ക്, ആ വീട് ഗുണകരമല്ലാത്ത വീടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ചിലപ്പോ അങ്ങനെയൊക്കെ വരാം. ഇവിടെ നബി തങ്ങൾ നിർദ്ദേശിക്കുന്നത് മൊത്തത്തിൽ ഒരു പരിഹാരമാണ്. വീടുകളിൽ വിഷമമുള്ള, പ്രയാസം അനുഭവിക്കുന്ന, ജോലി തിരക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന അകത്തളങ്ങളിൽ, വീടിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖൈറായ ഒരു വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സേവകനെ വേണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് 33 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുക, 33 പ്രാവശ്യം തഹ്മീദ് ചൊല്ലുക, 34 പ്രാവശ്യം നിങ്ങൾ തക്ബീറും ചൊല്ലി 100 പൂർത്തിയാക്കിയാൽ ഒരു സർവന്റിനെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതിനേക്കാൾ അത് ഉത്തമമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് ഉറങ്ങാൻ പോകുന്ന ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം. വേറെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ആയത്തുൽ കുർസി ഒരു വലിയ ആയത്താണ്. ഖുർആനിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അതിന് മറുപടി നൽകി,
സൂറത്തുൽ ഫാത്തിഹ. ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോ അതിന് നൽകിയ മറുപടിയാണ് സൂറത്തുൽ ഫാത്തിഹ. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടിയാണ് ആയത്തുൽ കുർസി. ഏറ്റവും നല്ല ദിക്ർ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ മറുപടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയത്തുൽ കുർസി. ആയത്തുകളുടെ വിഷയത്തിൽ ആയത്തുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. എല്ലാ ദിവസവും നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതുന്ന ആൾക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ, അവൻ മരിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ, അവൻ മരിച്ചിട്ടില്ല എന്നതാണ് ആ കാര്യം. മരിക്കാതെ സ്വർഗം കിട്ടൂല. കാരണം ദുനിയാവ് എന്ന് പറയുന്ന നശ്വരമാണല്ലോ. ഇവിടെ സ്വർഗം പണിയുണ്ടെന്ന് അള്ളാഹു തീരുമാനിച്ചു. സ്വർഗം ഒരിക്കലും നശിക്കൂല. സ്വർഗം ഒരിക്കലും നശിക്കൂല. അപ്പൊ നശിക്കാത്ത ഒരു ഇടം ഒരാൾക്ക് നൽകണമെങ്കിൽ അത് ദുനിയാവിൽ നൽകിയിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ മരിക്കണം. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. ഒരുപാട് നമുക്ക് പറയാനുണ്ട്, പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അപ്പൊ ആ ആയത്തുൽ കുർസി അത് പാരായണം ചെയ്യുക. അതുപോലെ വിധങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു പരാതി പറഞ്ഞു. മദീനയിൽ വിതരണം ചെയ്യേണ്ട സക്കാത്തിന്റെ മുതൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അപ്പൊ ഒരു ദിവസം രാത്രി ഒരു വല്ലാത്ത അപശബ്ദം കേട്ടു. ഇറങ്ങി വന്നപ്പോൾ കാരക്ക ഇങ്ങനെ കുംഭാരമായി കൂട്ടിവെച്ചിരിക്കുകയാണ് സക്കാത്തിന്റെ മുതൽ. ഈത്തപ്പഴത്തിന് സക്കാത്തുണ്ടല്ലോ. അപ്പൊ ഈ സക്കാത്തിന്റെ മുതല് വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഈ കാരക്കയാണ്, ഈത്തപ്പഴമാണ്, ഒരു ആനയുടെ രൂപത്തിൽ വന്നിട്ട് ഒരു ജീവി ഇങ്ങനെ തിന്നുകയാണ്. കാണുമ്പോ ആന തിന്നുന്നത് പോലെയുണ്ട്. അപ്പൊ നബി തങ്ങളോട് പരാതി പറഞ്ഞു. അബൂ ഹുറൈറയെ കണ്ടപ്പോൾ ആ ആന ഓടി. പിറ്റേ ദിവസം നബി തങ്ങളോട് പരാതി പറഞ്ഞു. പാവപ്പെട്ട ഫുഖറാക്കൾക്ക് വിതരണം ചെയ്യാനുള്ള ഈത്തപ്പഴം തിന്നാൻ ഇന്നലെ ഒരു ജീവി വീട്ടിൽ വന്നു, എന്നെ കണ്ടപ്പോൾ ഓടിയോ. നബി തങ്ങൾ പറഞ്ഞു, ഇനിയും വരും, ശൈത്താനാണ്. പിറ്റേ ദിവസം നോക്കുമ്പോൾ അതുപോലെ സംഭവിച്ചു. അന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഓടി. മൂന്നാമത്തെ ദിവസവും ഇതുപോലെ സംഭവിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇവിടെ വരാതിരിക്കാൻ തടസ്സപ്പെടുത്തണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഇതാ ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്യണം. ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്യണം. എന്നാൽ പിന്നെ എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സാധ്യമല്ല. മൂന്നാമത്തെ ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. ഒരു ആന വന്നു, എന്നിട്ട് എന്നോട് സംസാരിച്ചു. 3 ദിവസവും ഇത് ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് പാരായണം ചെയ്താൽ എനിക്കിവിടെ വരാൻ കഴിയില്ല. അതേതാണ്? ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പറഞ്ഞവൻ പിശാചാണെങ്കിലും ശൈത്താനാണെങ്കിലും പറഞ്ഞ കാര്യം സത്യമാണ്. അപ്പൊ ആയത്തുൽ കുർസി ഉറങ്ങാൻ പോകുന്ന ആള് പാരായണം ചെയ്താൽ പൈശാചികമായ പാതയിൽ നിന്ന് രക്ഷ കിട്ടും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ പോകുന്നവർക്ക് നൽകുന്ന മര്യാദയാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അതുപോലെ മുഅവ്വിദത്തൈനിയും ഇഖ്ലാസ് സൂറത്തും പാരായണം ചെയ്യുക ഒരു സുന്നത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, അവിടെ നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, أن النبي صلى الله عليه وسلم كان إذا آوى إلى فراشه كل ليلة جمع كفيه. നബി തങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ 2 കൈ ഇങ്ങനെ പിടിക്കും. ثم نفث فيهما فقرأ فيهما قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس قل هو الله أحد فلق ناس وديت ثم ينفث فيه
നിങ്ങൾ അതിലുള്ള എന്നിട്ടോ ഈ രണ്ട് കൈ കൊണ്ടും ശരീരത്തിലെത്താവുന്ന എല്ലാ ഭാഗങ്ങളിലും നബിതങ്ങൾ തടവുമായിരുന്നു എന്ന ഹദീസിൽ കാണാം. രോഗിയതിന് ശേഷം ശരീരം മുഴുവനായി എത്തുന്ന ഭാഗം മൊത്തം തടവും കയ്യും കാലും എല്ലാം തടവും. എന്നാൽ പൈശാചികമായ ബാധയിൽ നിന്ന് അവന് രക്ഷ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. എന്തൊക്കെ ഓതണം? ആയത്തുൽ കുർസി ഓതണം, ഇഖ്ലാസ് ഓതണം, ഫലക്ക് ഓതണം, നാസ് ഓതണം, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലണം, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലണം, അതുപോലെ 34 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. ഇതാണ് ഉറങ്ങാൻ പോകുന്ന മനുഷ്യന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വുളു ഉണ്ടാവുക, ഇത് വളരെ സുന്നത്താണ്. ഉറങ്ങാൻ പോകുന്ന സമയത്ത് വുളു ഉണ്ടാവുക. ചില ആളുകൾ സംശയിക്കും, ഭാര്യയുമായി ഒന്നിച്ച് ഉറങ്ങുമ്പോൾ പിന്നെ ആ വുളുവിന് എന്താണ് കാര്യം? ഭാര്യ തൊട്ട ഒന്നും മുറിയില്ല, പിന്നെ അതിനാ വുളു ഉണ്ടാക്കി. പക്ഷെ ഇവിടെ ഒരു കാര്യമല്ല, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത മനസ്സിലായി. ഉറങ്ങാൻ വേണ്ടി ഉണ്ടാക്കുന്ന വുളു ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുകയില്ല. ആ വുളു മുറിയണമെങ്കിൽ ഭാര്യയെ ജിമാഅ് ചെയ്യണം, സംസർഗം ചെയ്യണം, അതുവരെ വുളു മുറിയില്ല. അതുകൊണ്ട് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയല്ലോ എന്നുള്ള ആരും വിചാരിക്കണ്ട. ഉറങ്ങാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആ വുളു കൊണ്ട് ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുകയില്ല. ആ വുളു മുറിയണമെങ്കിൽ സംസർഗം ചെയ്യണം എന്ന് ഫഖഹാവ് പറയുന്നു. അപ്പൊ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു വുളു, ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, വുളു ഉണ്ടാക്കി ഉറങ്ങുന്ന ഒരാൾ ഉറക്കിൽ നിന്ന് എണീറ്റാൽ മമിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രിൻ ത്വാഹിരിൻ ഫയതആറ മിനൽ ലൈലി. വുളു ഉണ്ടാക്കി ശുദ്ധിയോടെ ദിക്ർ ചൊല്ലി ഉറങ്ങുന്ന ഒരു മനുഷ്യൻ പാതിരാ സമയത്ത് അവൻ നെറ്റി ഉണർന്നുപോയി, ഫയസ്അലുല്ലാഹ ഖൈറൻ മിനദ് ദുനിയാ വൽ ആഖിറ. ആ സമയത്ത് അവന്റെ ഭൗതികമോ അഭൗതികമോ ആയ കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ആ കാര്യം അല്ലാഹു അവന് നടപ്പിലാക്കി കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ ഒതു ഉണ്ടാക്കിയിട്ട് ഉറങ്ങുമ്പോ നമ്മൾ ദിക്റൊക്കെ ചൊല്ലി ഒതുവൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറങ്ങണം. ആ ഉറങ്ങുന്ന ഉറക്കിൽ പെട്ടെന്ന് നെറ്റി ഉണർന്നു പോയാൽ അപ്പൊ അവിടെ ഇരുന്നിട്ട് അത് ദ്വാരക്കണം. നമ്മുടെ കാര്യങ്ങളെല്ലാം ആ ദ്വാ ഫലവത്തായ ദ്വായാണ്. ഒതുവുണ്ടാക്കി ദിക്ർ ചൊല്ലി ഉറങ്ങുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉറക്കം നിസ്കാരത്തിന് തുല്യമാണ്. വേറെ ഒരു ഹദീസിൽ കാണും, ഒരു 60 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 8 മണിക്കൂർ ഉറങ്ങുമ്പോ 20 വർഷങ്ങൾ പോയി. ആകെ 60 വയസ്സാണ് നമുക്ക് ജീവിതം. അതിൽ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ് ഇപ്പോ പൊതുവായി പറയുന്നത്. ഓരോരുത്തരുടെയും ശരീരത്തിന് ആവശ്യമായത് ഉറങ്ങണം. മഹാനായ ഇമാം ബസ്സാദ് റളിയല്ലാഹു അൻഹു ആ തത്വമാണ് പറഞ്ഞത്. ഓരോരുത്തരുടെയും ശരീരത്തിന് ആവശ്യമായത് ഉറങ്ങണം. അപ്പോ 8 മണിക്കൂർ ശരാശരി ഒരു ദിവസം ഉറങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സ് അയാൾ ജീവിക്കുമ്പോൾ 20 വർഷക്കാലം അദ്ദേഹം ഉറങ്ങിത്തീർത്തു. അത് കേവലം ഒരു ഉറക്കമല്ല, അത് ഒരു ആരാധനയിലായി തീരാൻ ഒന്നുകൊണ്ടാക്കി ദിക്ർ ചൊല്ലി ഈ പറയപ്പെട്ട അച്ചടക്കത്തോടുകൂടെ ചെല്ലുന്ന മനുഷ്യന്, ഉറങ്ങുന്ന മനുഷ്യന് ആരാധനയുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. ഉറക്കിൽ നിന്ന് എണീറ്റാൽ അവന് ഇരുന്നിട്ട് ഒരു ദുആ പാസാക്കുക. ആ ദുആക്ക് വലിയ ഫലമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഒന്നുണ്ടാക്കുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉറങ്ങേണ്ട സമയം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല. അത് ഖറാഅത്താണ്. പഴയ കാരണവന്മാർ പറയുന്നുണ്ട് അല്ലെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം വലിയ പവിത്രതയുള്ള സമയമാണ്.
അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങരുത്, സുബഹിക്ക് ശേഷം ഉറങ്ങരുത്. ഉറക്കം പല തരത്തിലുണ്ട്. അസറിന് ശേഷം ഉറങ്ങിയാൽ ബുദ്ധിക്ക് മാന്യം സംഭവിക്കും എന്ന് തിബുൻ നബവിയിൽ കാണാം. അസറിന് ശേഷം ഉറങ്ങിയാൽ ബുദ്ധിമാന്യം സംഭവിക്കും. അസറിന് ശേഷമുള്ള ഉറക്ക് കറാഹത്താണ് എന്നൊന്നും പറയാൻ നിർവാഹമില്ല. പക്ഷേ ബുദ്ധിക്ക് മാന്യം സംഭവിക്കും എന്ന് തിബുൻ നബവി നബിതങ്ങളുടെ ചികിത്സ വിശദീകരിച്ച ഗ്രന്ഥങ്ങളിൽ വിവരിക്കും. ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള ഉറക്കം അത് കറാഹത്താണ്. അതുപോലെ സുബഹിക്ക് ശേഷമുള്ള ഉറക്കം, സൂര്യൻ ഉദിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നബിതങ്ങളുടെ മുമ്പിൽ ഒരാള് സുബഹി ഖളാഅക്കി ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ ചെകിടിൽ ശൈത്താൻ മൂത്രമൊഴിച്ചു എന്ന്. അപ്പൊ സുബഹിക്ക് ശേഷമുള്ള ഉറക്കം അല്ലാഹു തആല റിസ്ക് വിശാലത ചെയ്യുന്ന, റിസ്ക് വിതരണം ചെയ്യുന്ന സമയമാണ് സുബഹിക്ക് ശേഷമുള്ള സമയം. അതുകൊണ്ട് ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? ബോധത്തോടുകൂടെ ഖൈറുകൾ തേടി നിൽക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെ നമുക്ക് സുബഹിക്ക് ശേഷം ഉറങ്ങണമെന്നുണ്ടെങ്കിൽ സൂര്യ ഉദിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങണം. അപ്പോഴേക്കും ഉറക്കം പമ്പ കടക്കും. സുബഹിക്ക് ശേഷമല്ല ഉറക്കിന്റെ നമുക്കൊരു ഉസ്താദുണ്ടായിരുന്നില്ല, ലിഗുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയും. മൂപ്പര് പറയും, സുബഹിക്ക് ശേഷമല്ല ഉറക്ക് ചക്കര ഇട്ട ഉറക്കാണ്. എന്താണ് പ്രത്യേകിച്ച് തണുപ്പൊക്കെയുള്ള സമയമാണ് പറയേണ്ട. നല്ല ഒരു കമ്പിളിയും കിട്ടിയാൽ വാഹത്തായിട്ടങ്ങ് ഉറങ്ങുക. പരമാവധി നേരത്തെ ഉറങ്ങണം. അതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഉറക്കം. ഇശാ കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സംസാരിച്ചിരിക്കാൻ പാടില്ല. ഇശായിന് മുമ്പുള്ള ഉറക്കത്തെയും ഇശായിന് ശേഷമുള്ള സംസാരത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. ഇശായിന് മുമ്പുള്ള ഉറക്കത്തെയും ഇശായിന് ശേഷമുള്ള സംസാരത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അബൂ ബർസ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന യക്റഹു അൻ-നൗമ ഖബ്ല അൽ-ഇശാഇ വൽ ഹദീസ ബഅദഹാ. ഇശായിന് മുമ്പുള്ള ഉറക്കവും ഇശായിന് ശേഷമുള്ള സംസാരവും നബി തങ്ങൾ വെറുത്തിരുന്നു. അപ്പൊ ഇശാ ഭക്ഷണം ഒന്നുകൂടെ നേരത്താക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കാം. മഗ്‌രിബിന്റെയും മുമ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റിയെങ്കിൽ അത് ഒന്നുകൂടെ നന്നായി. നല്ലോണം ഭക്ഷണം കഴിച്ച് ബിരിയാണിയൊക്കെ കണ്ട് അടിച്ച് കബ്സയും മന്തിയൊക്കെ അടിച്ച് എന്തൊക്കെ വിട്ട് രാത്രി അങ്ങ് കിടന്നു നോക്കിങ്ങൾ രാവിലെ എണീക്കാൻ കഴിയില്ല. ഭയങ്കര വിഷമമാണ്. ഉറക്കൊന്നും തെളിയില്ല. എന്തോ ഒരു ലഹരി ബാധിച്ചവരെ പോലെ ഉണ്ട്. അതേസമയം മഗ്‌രിബിന് ശേഷം ഭക്ഷണം കഴിച്ച് ഉറങ്ങി നോക്കി 3 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചാലും പ്രശ്നമില്ല, 4 മണിക്ക് എണീക്കണം എന്ന് വിചാരിച്ചാലും പ്രശ്നമില്ല. അപ്പോഴേക്ക് ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം ദഹിക്കാനുള്ള ഒരു 3 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ട് സമയം വേണമെന്നാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആന്തരികമായ അവയവങ്ങൾക്ക് മുടക്കമുണ്ട്. പിന്നെ എവിടെയാണ് ദഹിക്കാനുള്ള സമയം? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷിക്കുന്നത് ആലോചിച്ച് വെക്കുന്നത്. ലോകത്തെ ഏതൊരു കമ്പനിയും ഫിൽറ്റർ കമ്പനികളൊക്കെ മനുഷ്യനെ കണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നല്ല മുന്തിരി ജ്യൂസ് കുടിച്ചു, പിറ്റേ ദിവസം മൂത്രത്തിന് ചോക്കുണ്ടോ? നല്ല വെളുത്ത പാല് കുടിച്ചു, മൂത്രത്തിന് വെളുപ്പുണ്ടോ? നല്ല മധുരമുള്ള തേന് കുടിച്ചു, മൂത്രത്തിന് മധുരമുണ്ടോ? മൂത്രം എന്നും ഒരേമാതിരി തന്നെയുണ്ട്. അത്രയും നല്ല ഫിൽറ്ററിംഗ് ആണ് അവിടെ നടക്കുന്നത്. ശരീരത്തിന് ആവശ്യമായ എനർജികളെല്ലാം അതിൽ നിന്ന് സ്വാംശീകരിച്ച് മസിലുകളിലെല്ലാം അത് സേവ് ചെയ്ത് വെച്ചിരിക്കുക. മനുഷ്യന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു 20% മാത്രമാണ് അവന്റെ ആരോഗ്യത്തിന് ആവശ്യം. ബാക്കി 80% വേസ്റ്റാണ്. കുറെയൊക്കെ മൂപ്പർ അവിടെയും ഇവിടെയൊക്കെ സേവ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് പള്ളക്ക് കുറച്ച് ഇങ്ങോട്ട് തൂക്കം, മസിലിന് കുറച്ച് ബാക്ക് കുറെ അങ്ങോട്ട് തള്ളി, കുറെ മുമ്പിലേക്ക് ഉന്തിയൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ ശരീരം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ കഴിക്കുന്ന 20% ഒരു മനുഷ്യന് ആവശ്യമുണ്ട്.
ബാക്കിയുള്ളതൊക്കെ വേസ്റ്റാണ്. ഭക്ഷണം ഒരല്പം കഴിച്ച് നമ്മൾ ശീലിച്ചാൽ അത്ര വലിയ ധന്യമായ ഒരു ജീവിതം വേറെയില്ല. സത്യത്തിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ടെൻഷൻ വില കൊടുത്ത് വാങ്ങുക. പൈസ കൊടുത്തിട്ട് ടെൻഷൻ വില കൊടുത്ത് വാങ്ങുക, ഒരു സംശയമില്ല. അപ്പൊ ഭക്ഷണം നിയന്ത്രിക്കുക, നേരത്തെ ഭക്ഷണം കഴിക്കുക, ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ കിടന്നുറങ്ങുക. എന്നിട്ട് നേരത്തെ സുബഹിയുടെ മുമ്പ് തന്നെ എഴുതിക്കുക. അങ്ങനെ ആവുമ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിച്ചത്. അങ്ങനെ ഈ ചിട്ടയായ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ആയുസ് കൂടുതലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ 80 വയസ്സ് 90 വയസ്സൊക്കെ ജീവിച്ച ആൾക്കാരുകൾ പരിശോധിച്ചാൽ അവർക്ക് ചിട്ടയായ ജീവിതം. ആ ചിട്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഉറക്കത്തിന്റെ നിയന്ത്രണമാണ്. കേരളക്കരയിൽ ജീവിച്ചു പോയ ഒരുപാട് ഉലമാക്കളുണ്ട്. അവരിൽ കൂടുതൽ കാലം ജീവിച്ച ഉലമായിനെയൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെ ഉറക്കം ഭയങ്കര നിയന്ത്രണത്തിലായി. 90-ലേറെ വയസ്സ് ജീവിച്ച ആളാണ് എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ. സമസ്തയുടെ നമ്മുടെ കേരളക്കരയിലെ മുഴുവൻ മദ്രസകൾക്കും സിലബസ് ആദ്യമായി ഉണ്ടാക്കിയത് മഹാനവറുകളായിരുന്നു. എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഏത് പരിപാടിക്ക് പോയാലും ശരി 10 മണിക്ക് മുമ്പ് ഉറങ്ങിയിരിക്കണമെന്ന് അവർ നിർബന്ധം മുൻപരിക്കും. അതിനുള്ള സമ്മേളനം മതി, അതിനനുസരിച്ചുള്ള വയല് മതി, അതിനനുസരിച്ചുള്ള പ്രസംഗം മതി, എല്ലാം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവസാന നിമിഷം വരെയും ഒരു കുഴപ്പമില്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോളില്ല, ഒരു രോഗവുമില്ല. അവസാന ദിവസം വരെയും മഹാനവർ ഗ്രന്ഥരചനയിലും ദർസ് നടത്തിപ്പിലേക്കും ഒക്കെ ആയിരുന്നു. അപ്പൊ ഉറക്കം എത്ര കണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും, അത്ര കണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയും. ഏതായിരുന്നാലും നേരത്തെ ഉറങ്ങുക, ഒന്നുകൊണ്ടാക്കി ഉറങ്ങുക, ദിക്ർ ചൊല്ലി ഉറങ്ങുക, ഖുർആൻ ഓതി ഉറങ്ങുക, ഇതെല്ലാം ഉറക്കിനുള്ള മര്യാദകളായി, അച്ചടക്കങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈറ്റുകളൊക്കെ ഓഫാക്കുക, തീയുണ്ടെങ്കിൽ അത് അണക്കുക, പാത്രങ്ങൾ അടച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളാണ്. രാത്രി നിങ്ങൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ കതകുകളെല്ലാം അടച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വാതിലുകൾ അടക്കുമ്പോൾ എപ്പോഴായാലും ബിസ്മി ചൊല്ലി കതകുകൾ അടക്കണം. പാത്രങ്ങളെല്ലാം അടച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ദുനിയാവിൽ അനുഭവിക്കാനുള്ള എല്ലാ വിപത്തുകളും അല്ലാഹു ആകാശത്തിൽ നിന്ന് ഇറക്കും. ആ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാതിരിക്കാൻ, ആ ദിവസത്തിന്റെ ശർറ് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഓരോ ദിവസവും കിടന്നുറങ്ങാൻ പോകുമ്പോൾ പാത്രങ്ങളെല്ലാം മൂടി വെക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അഥവാ നമ്മൾ ഉറങ്ങാൻ പോയ ആൾ ജനാപത്തുകാരനായാൽ പിന്നെയും ഒരു ഒതു ഉണ്ടാക്കണം. നമ്മൾ ഒതുവൊക്കെ ഉണ്ടാക്കി ഉറങ്ങാൻ പോയി ഭാര്യയുമായി സംസർഗം നടത്തി നമ്മൾ ഒതു നഷ്ടപ്പെട്ടു. എന്നാൽ ഒന്നുകൂടെ മൂത്രം ഒഴിച്ച് ഒതു ഉണ്ടാക്കിയിട്ട് കിടക്കുക. അപ്പൊ നമുക്ക് ഉറങ്ങാൻ കുളിക്കാൻ പറ്റിയ ഒരു സമയം ആയിക്കോണമെന്നില്ല. എങ്കിൽ പിന്നെ ഒന്ന് മൂത്രം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒതു ഉണ്ടാക്കുക. ഇതാണ് ഇതിന് പരിഹാരം. ഉറങ്ങുന്ന സമയത്ത് കമിഴ്ന്ന് ഉറങ്ങാൻ പാടില്ല. അത് ശൈത്താന്മാരുടെ ഉറക്കമാണ്. ആരാണായാലും പെണ്ണായാലും കമിഴ്ന്ന് കിടക്കരുത്. സ്ത്രീകൾ മലർന്നും കിടക്കരുത്. സ്ത്രീകൾ കിടക്കുമ്പോൾ ഒന്നിരിക്കെ വലത്ത് ഭാഗത്ത് അല്ലെങ്കിൽ ഇടത്ത് ഭാഗത്ത് ചെരിഞ്ഞു കിടക്കും. പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച കിടത്തം അങ്ങനെയാണ്. വലതു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ ഇടതു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കുക. കിടക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ റൂമുകളെല്ലാം ആ നിലക്ക് സെറ്റ് ചെയ്യും. അതാണ് വാസ്തു നോക്കുക എന്ന് പറയുന്നത്. വീടുകളിലുള്ള ബാത്റൂമുകൾ, അതുപോലെ കിടക്കാനുള്ള ബെഡ് ഇടാനുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യണം. കട്ടിലുകൾ എപ്പോഴും ഈ വടക്ക് തെക്ക് ഭാഗത്തിൽ സജ്ജീകരിക്കുക. ഒന്നിരിക്കെ തല വടക്ക് വെക്കുക, കാല് തെക്ക് ഭാഗത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ തെക്കിലേക്ക് തല വെച്ചിട്ട് കാല് വടക്കിലേക്ക് വെക്കുക. ഇതാണ് സുന്നത്തായ കിടക്ക. ഖബറിൽ കിടക്കുന്നത് പോലെ അതിനെ ഓർമ്മിച്ച് കിടക്കുന്നത് വളരെ സുന്നത്താണ്.
ആ കിടത്തം വലിയ ആരാധനയാണ്. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അല്ല, തെക്കും വെക്കുക രണ്ടാമത്തതാണ് ഏറ്റവും സുന്നത്തായ കാര്യം. നമ്മൾ ഇങ്ങനെ കിടക്കുക. രണ്ടാമത്തെ കാര്യം തെക്കിലേക്ക് തല വെച്ചിട്ട് വടക്കിലേക്ക് കാല് വെക്കുക. അതാണ് രണ്ടാമത്തെ. പടിഞ്ഞാറോട്ട് കിടക്കൽ മൂന്നാമത്തെ എന്ന് പറഞ്ഞാല് മയ്യത്ത് കിടക്കുന്നത് പോലെ കിടക്കുന്നുണ്ടല്ലേ, അത് മൂന്നാമത്തെ രൂപം. ഇനി പടിഞ്ഞാറിൽ തല വെച്ചിട്ട് കാല് അങ്ങോട്ട് കിടക്കൽ നാലാമത്തെ രൂപം. അതൊക്കെ സുന്നത്തിനെതിരാണ്. ഇതുപോലെ നമ്മളെ ബാത്റൂം സെറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. മറയുണ്ടെങ്കിലും ഹറാം ഒഴിവായി കിട്ടും. എങ്കിലും സുന്നത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിരിക്കും അങ്ങോട്ട് തിരിഞ്ഞ് നിർവഹിക്കണം, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിർവഹിക്കണം. ക്ലോസറ്റ് ഒരിക്കലും ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെയും വെക്കരുത്, ഇങ്ങനെയും വെക്കരുത്. എന്റെ മുമ്പിലിരിക്കുന്ന ആള് കണ്ടില്ലേ, അതും വെക്കരുത്, ഞാൻ ഇരിക്കുന്നത് പോലെയും വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒന്നും രണ്ടും ഉണ്ടല്ലോ നിർവഹിക്കാൻ. രണ്ട് നിർവഹിക്കുമ്പോ ഇങ്ങനെ വെച്ചാൽ പ്രശ്നമാണ്, ഒന്ന് നിർവഹിക്കുമ്പോ ഇങ്ങനെ വെച്ചാലും പ്രശ്നമാണ്. അതുകൊണ്ട് ക്ലോസറ്റ് വെക്കുമ്പോ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചാൽ തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മൾ ഓരോ മൂത്രമൊഴിക്കലിനും നമുക്ക് സുന്നത്ത് കിട്ടുകയാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അത് ചെറിയൊരു കാര്യമല്ലേ. ഒരു ദിവസം ഒരു മനുഷ്യൻ എത്ര വട്ടം നിർവഹിക്കും? ഒരു 10 ആൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം അത് ഉപയോഗപ്പെടുത്തി? എല്ലാം നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ദിക്ർ ചൊല്ലി എണീക്കുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ. ഇതൊന്നും ചൊല്ലാൻ കഴിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഉറക്കം എന്ന് പറയുന്നത് മരണത്തോട് തുല്യമായ ഒരു സംഗതിയാണ്. നമ്മൾ യാതൊന്നും അറിയുന്നില്ല, എന്തൊക്കെ സംഭവിക്കുന്നു ഉറക്കത്തിൽ. ചില ആളുകൾ ദുബായിൽ പോവും, ഗൾഫിൽ പോവും, അല്ലേ? ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ കിടക്കുന്ന ആള് ദുബായിലൊക്കെ പോകും, ഫ്ലൈറ്റ് ഇറങ്ങും, അറബി കൂട്ടിക്കൊണ്ടുപോകും. നേരത്താരോ പറഞ്ഞു ഒട്ടകമൊക്കെ കൊണ്ടുവരും, ആടൊക്കെ അതുപോലെ തന്നെ കുഴുകിക്കൊണ്ടുവരും. ഇങ്ങനെ സ്വപ്നം കാണും, ആട് വലിയൊരാട് മുമ്പിലെത്തിയിട്ട് അറബി ഒരു ഭാഗത്തുനിന്ന് വലിക്കുന്നു, ഇപ്പം വേറൊരു ഭാഗത്തുനിന്ന് വലിക്കുന്നു. അങ്ങനെ നല്ല കടി ഇങ്ങനെ കടിച്ചിട്ട് ഇറച്ചി കിട്ടുന്നില്ല, പിന്നെയും കടിച്ചു പോകും, പിന്നെയും കടിച്ചു പോകും. ഇപ്പൊ ചെറിയൊരു വേദന. അപ്പൊ എന്താ അറിയാ, കയ്യിന്റെ മസിലിനാ കടിക്കുന്നത് ഈ കടിയാണ്. ഇറച്ചിയാന്ന് വിചാരിച്ച് കടിക്കണതെല്ലാം കയ്യിന്റെ മസിലിന്. അതാണ് തലേന്ന് വെച്ചിട്ടുള്ളത് കൈയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല സ്വപ്നങ്ങളും നമ്മൾ കാണും. അങ്ങനെ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്.